നമ്മൾ സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു വിഷയമായിട്ടുള്ളത്? ഏ നമ്മളെ ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില ആളുകളോട് നമുക്ക് നമ്മൾ പോലും അറിയാതെ ഏ, ചില താല്പര്യക്കുറവും, ചില ആളുകളോട് അതുകൊണ്ട് തന്നെ ചില താല്പര്യ കൂടുതലുകളും ഉണ്ടായി. അപ്പം നമ്മളെ വീട്ടിലിരിക്കണ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, ഇവരോടൊന്നും നമുക്ക് നമ്മൾ വലുതായെന്നുള്ള ഒരു തോന്നലിൽ നമുക്ക് ആ പഴയ ചെറുപ്പത്തിലുള്ള അല്ലെങ്കിൽ ആ അമ്മയെ കെട്ടിപ്പിടിച്ച് ആ അമ്മയെ മുത്തം കൊടുത്ത ഒരു മകനോ മകളോ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കണില്ല. അപ്പോൾ ഇപ്പം പലരുടെയും അമ്മമാർ ചിലപ്പം ശരശയ്യയിലാവും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാവും ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അവരുടെ പ്രസൻസിലെത്തുമ്പം അവരുടെ അരയിൽ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു മെഷീൻ ഗണ്ണോ ഉള്ളതുപോലെ നമ്മൾക്ക് അവരുമായിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റണില്ല. അതായത് കുറച്ച് സമയം അവരുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും ആ ഇരുത്തം ഒന്ന് കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഉമ്മ കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്പർശനത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു ആനക്കുട്ടിയെ അതിനെ ചെറുപ്പത്തിൽ ഒരു വടി കാണിച്ച് മനുഷ്യൻ ഭയപ്പെടുത്തണം. വലുതാകുമ്പം അതേ വടി കണ്ടിട്ട് ആ ആനക്കുട്ടിക്ക് ഒരു വലിയ ആനയെ ഒരു ലോകം മുഴുവൻ കീഴ്മേൽ മറച്ചിടാൻ സാധിക്കണ ആ ഒരു ആനക്ക് ആ ഒരൊറ്റ വടി വെച്ചിട്ട് ആ ആനയെ ഇന്നും മനുഷ്യൻ നിയന്ത്രിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സത്യത്തിൽ നമുക്കും സംഭവിച്ചത്. കാരണം എവിടെയെല്ലാമോ എൻ്റെ അമ്മ ഇങ്ങനെയാവണം എന്നുള്ള ഭാഗം, അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നുള്ള ഭാഗം, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ എവിടെയോ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നമ്മൾ പറയണത് എനിക്ക് അമ്മയായിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ അമ്മ എന്ന് പറയുമ്പം ആരുമായിട്ടാണോ നിങ്ങൾക്ക് സഹകരിക്കാൻ നിങ്ങളുടെ ശരീരം നിങ്ങളെ സമ്മതിക്കാത്തത് അവിടെ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആക്കിക്കോ. അപ്പം ആ അമ്മയുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ നേരത്തെ പറഞ്ഞ അവസ്ഥ എവിടെയോ എൻ്റെ ശരീരത്തിലുണ്ട്. എനിക്കതിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റണില്ല. എനിക്കതിനെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ശരീരം മുഴുവനായിട്ട് എൻ്റെ നിയന്ത്രണത്തിൽ ആ വ്യക്തിയുടെ പ്രസൻസിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കണില്ല. അപ്പം ഇത് എൻ്റെ കുറ്റമാണോ? അല്ല. കാരണം എന്തുകൊണ്ടാണ് എൻ്റെ കുറ്റമല്ല എന്ന് പറയാൻ കാരണം എനിക്ക് അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് കാണാൻ പറ്റണില്ല. കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് മാറാത്ത തലവേദന ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ടൊരു ഗുളിക മേടിക്കാം, അല്ലെങ്കിൽ ഇന്നതാണ് അസുഖം എന്ന് പറഞ്ഞാൽ നമുക്കത് ഡയഗ്നോസ് ചെയ്തിട്ടെടുക്കാനും അതിൻ്റെ റെമഡി അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താനും ഈസിയാണ്. പക്ഷെ ഇതെവിടെയോ ഞാൻ പോലും അറിയാത്ത ഒരു സന്ദർഭത്തിൽ എന്നിൽ സംഭവിച്ചു പോയ ചില മാറ്റങ്ങൾ ഞാനായിട്ട് മാറിയത് കൊണ്ട് തന്നെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടെടുക്കാൻ പറ്റണില്ല. പക്ഷെ ആക്ച്വലി ആ വ്യക്തിയുമായിട്ട് ഇപ്പോൾ എൻ്റെ ഭാര്യയുമായിട്ടുള്ള എൻ്റെ ബന്ധം അല്ലെങ്കിൽ എൻ്റെ കാമുകിയുമായിട്ടുള്ള എൻ്റെ ബന്ധം പോലെ തന്നെയാണ് എൻ്റെ ഭാര്യയുമായിട്ടുള്ള എൻ്റെ ബന്ധം, അല്ലേ? അപ്പോൾ ആ ബന്ധത്തിന് എനിക്ക് സാധിക്കണില്ല എന്ന് എനിക്കറിയണില്ലെങ്കിലും എന്നിൽ അത് അറിയുന്നൊരു ഭാഗം ഉള്ളത് കൊണ്ടാണല്ലോ ഭാര്യയെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് ഒളിഞ്ഞും പാത്തും ഈ കാമുകിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ കാമുകൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയേക്കാൾ കൂടുതൽ ഈ പറയുന്ന ആളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോകാനുള്ള കാരണം എന്നൊരു റിയാലിറ്റി അവിടെ ഇല്ലേ? എനിക്കറിയില്ല എന്താണ് പ്രശ്നമെന്ന്, എൻ്റെ പ്രശ്നമാണോ അവരുടെ പ്രശ്നമാണോ എന്ന്. പക്ഷേ ഞാൻ പോകണുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരുമ്പം എന്നിൽ ഈ കാമുകിയുടെ അടുത്തിരുന്നിട്ട് ഞാൻ അനുഭവിക്കണ ആ അവസ്ഥ എനിക്കിവിടെ അനുഭവിക്കാൻ പറ്റണില്ല എന്ന് കാണുന്ന ഒരാളുണ്ടല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ പോകണ്ടെന്നോ അല്ലെങ്കിൽ എല്ലാം ചെയ്യണം, മനസ്സിലായോ? ഞാൻ ആ ഒരു മൂടാണ്. അതായത് നമ്മളോട് താല്പര്യമുള്ളവരുമായിട്ട് ഏതറ്റം വരെ സഹകരിക്കാൻ
അവരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഈ മനുഷ്യന്മാർ പരസ്പരം സഹകരിക്കാനുള്ള ഒരു ലിമിറ്റേഷനും ഇന്ന് ആരും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ആ തീരുമാനം എടുത്തിട്ട് നമ്മൾ ചെറിയ ചില സ്വാർത്ഥ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് മാത്രമേ പിന്നീട് നമുക്ക് പണി വരാനുള്ളൂ. അല്ലെങ്കിൽ രണ്ട് മെച്യൂർഡായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ എത്ര ആൾക്കാർ ശാരീരികമായിട്ടും മാനസികമായിട്ടും അടുപ്പത്തിലുണ്ട്, എല്ലാവരും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരും കേസൊന്നും കൊടുക്കണില്ലല്ല. അപ്പം അങ്ങോട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഒരു അവസ്ഥ നമ്മളിലുണ്ട്. ഇതിനെ നമ്മളിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രമേ ഇത് 50-50 ബാലൻസിൽ നമുക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റേതെന്താ, ഇവിടെ ഈ താല്പര്യം കുറവാണെന്ന് കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് അപ്പുറത്തുള്ള താല്പര്യം കൂടുതലാണെന്നുള്ള ഭാഗം പതുക്കെ അയാൾ മൈൻഡ് വെച്ച് കൊണ്ടുപോകും. മറിച്ച് ഇവിടെ താല്പര്യം കുറയാനുള്ള ആ കാരണത്തെ കൃത്യമായിട്ട് പരിശോധിച്ച് അത് എക്സ്പ്രസ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ കള്ളത്തരത്തിലൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് രണ്ടിൻ്റെ ഇടയിലും നിൽക്കുന്ന ആ വ്യക്തി അവിടെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗം കാണുന്നില്ല. കാരണം എന്താ, ഇപ്പുറത്തെ ആളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവണെന്ത്, ഓ ഇവിടെ എനിക്ക് കുറച്ച് താല്പര്യം കുറവുണ്ട്. അപ്പുറത്തെ ആളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവണെന്ത്, എനിക്കിവിടെ കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുമ്പോൾ എനിക്കിഷ്ടമാണ്, ഈ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് രസമുണ്ട്, ആ കാര്യം ചെയ്യുമ്പം എനിക്ക് രസമില്ല. എല്ലാം ഒരു റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ബന്ധത്തിലൂടെയാണ് എൻ്റെ മാറ്റത്തെ ഞാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബന്ധം അല്ലെങ്കിൽ മുമ്പ് ഏതെല്ലാം തരത്തിൽ എൻ്റെ ശരീരം എന്തെല്ലാമായിട്ട് ബന്ധപ്പെട്ടോ ആ ബന്ധപ്പെട്ടതിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ ചില ഇംപ്രഷൻസ് അല്ലെങ്കിൽ ഞാൻ പോലും അറിയാതെ ഞാൻ എടുക്കേണ്ടി വന്ന ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളാണ് ഇന്നും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ പറഞ്ഞ ബന്ധങ്ങളിലൂടെയുള്ള ഒരു എണ്ണം മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുള്ളൂ. മറിച്ച് ഞാൻ ഇവരുമായിട്ട് ഒന്നും ബന്ധപ്പെടാത്തപ്പോഴും ഞാനുണ്ടല്ലോ, ആ ഒന്നുമായിട്ട് ബന്ധപ്പെടാത്തപ്പോഴും ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ ഒരു അനുഭവമുണ്ട് അല്ലേ. ആ അനുഭവവുമായിട്ട് എൻ്റെ ബന്ധം എനിക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരുടെ അടുത്തേക്ക് വരുമ്പം ഒരു താല്പര്യക്കുറവ്? എന്തുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുമ്പം ഒരു താല്പര്യം? എന്തുകൊണ്ടാണ് ഫുട്ബോൾ കളി എൻ്റെ ഇഷ്ടമായിട്ടും വീട്ടുകാരുമായിട്ട് ഒരു 5 മിനിറ്റ് ഒരുമിച്ച് നടക്കുന്നത് എൻ്റെ ഇഷ്ടക്കേടുമായിട്ട് വന്നത് എന്നുള്ള ഭാഗം കംപ്ലീറ്റ് നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന് ഒരാളും പറയണ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അതിന് നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ ജസ്റ്റ് കണ്ണടച്ചിരുന്നിട്ടോ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടോ വായ പൊത്തിപ്പിടിച്ചിട്ടോ ഇനി ഏതെങ്കിലും ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടോ പള്ളിയിൽ പോയിട്ടോ അമ്പലത്തിൽ പോയിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, ഒരു കുഴപ്പമില്ല. കാരണം എന്താ, ഇതിന് സത്യത്തിൽ ഒരു ടെക്നിക്ക് ഇന്ന് വരെ ആരും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാലോ എല്ലാ ടെക്നിക്കിലൂടെയും സത്യസന്ധമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ ഓപ്പൺ ആവാനുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്വാസമാണ് ശ്രദ്ധിക്കണതെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് ആദ്യം ഈ പറയുന്ന ഒരു താല്പര്യം നിങ്ങളോട് വരണം. അപ്പോൾ ആ താല്പര്യം നിങ്ങളോട് വരണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഭാഗത്തേക്കൊരു ശ്രദ്ധ കൊടുക്കാൻ പറ്റണം. അപ്പോൾ പലരും പല സന്ദർഭങ്ങളിൽ ഈ ശ്രദ്ധ കൊടുത്ത് പല രീതിയിൽ സമാധാനത്തെ തൊട്ടറിഞ്ഞവരാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പല സമയത്ത് ഈ സമാധാനത്തെ തൊട്ടറിഞ്ഞവരാണെന്ന് പറയാൻ കാരണം എന്താ? കാരണം പലപ്പോഴായിട്ട് ഇത് മറ്റു പലരും കണ്ടാമിനേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൽ ഈ റാഗിങ്ങിനൊക്കെ പോയി അല്ലെ, നമ്മളൊരു പുതിയ കോളേജിൽ അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് നമ്മൾ വളരെ നല്ല കുട്ടിയാണ്, യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി, എനിക്ക് നന്നായിട്ട് പഠിക്കണം എന്നുള്ള താല്പര്യമുണ്ട്, ഞാൻ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കില്ല, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും നല്ല മകനാണ്. പക്ഷെ ആ ഒരു വർഷത്തെ ആ ഒരു റാഗിങ് അല്ലെങ്കിൽ ആ സീനിയേഴ്സ് ചെയ്യണ എന്നുള്ള ഒരു സാധനം നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ടോട്ടൽ
അവസ്ഥയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠനവും ഇല്ല, നമുക്ക് ഗേൾ ഫ്രണ്ടും വേണ്ട, ബോയ് ഫ്രണ്ടും വേണ്ട. നമ്മൾ ഈ വേദനിച്ച അവസ്ഥയെ നമ്മൾ വീണ്ടും വേദനിപ്പിക്കുന്ന അവസ്ഥയുമായിട്ട് നമ്മളിലൊരു സുഖം ഉണ്ടാക്കിയെടുക്കും. കാരണം മറ്റുള്ളവരെ കൊല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അതൊരു സുഖത്തിന് വേണ്ടി ചെയ്യുക, പക്ഷെ അവർക്കറിയില്ല എന്താണ് ഈ സുഖം എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മളിൽ സംഭവിക്കുന്നത്. കാരണം നമ്മുടെ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ, കാരണം നമ്മൾ എന്തെങ്കിലുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് എന്നെ ഞാൻ തിരിച്ചറിയണതെങ്കിൽ അവിടെ നിന്ന് സത്യത്തിൽ എൻ്റെ ദുരന്തം തുടങ്ങി. അപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പം ഇത് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമല്ല. കാരണം എൻ്റെ പ്രസക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റു പലതുമായിട്ട് ചേർന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയോ പിന്നെ ഒരു ജാതിയുടെയോ ഒരു രാജ്യത്തിൻ്റെയോ എന്തിനു പറയണ ഷാഫി എന്ന് പറയുന്ന ആളായിട്ടോ ഇരിക്കുമ്പം എനിക്ക് മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ന് പറയുന്ന ആ അവസ്ഥ ഭയങ്കര ഹൈലൈറ്റഡാണ്. മറിച്ച് ഞാനായിട്ടിരിക്കുന്ന അവസ്ഥ ഈ പറയുന്ന ലേബലൊന്നുമില്ലെങ്കിൽ, ഇത് നിയന്ത്രിക്കാൻ വേറെ ആരും ഇല്ലെങ്കിൽ അവിടെ മറ്റുള്ളവരെന്ന് പറയുന്ന കാര്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം എന്താ, ഞാനായിട്ടിരിക്കുന്ന അവസ്ഥ ഇത് ഇവിടെ ഉള്ള അവസ്ഥയാണ്. എല്ലാവരോടും ഇനി മറ്റുള്ളവരുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. ഈ മറ്റുള്ളവരെന്ന് പറയുമ്പം ആ മറ്റുള്ളവരെന്ന് സ്പെസിഫൈഡ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്നിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ അവരിൽ ഞാൻ കാണണം, അല്ലെങ്കിൽ അവരിൽ ചില വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി എന്നെ ചെറുപ്പം തൊട്ടേ കുറേ ആളുകൾ പഠിപ്പിച്ച്, അപ്പോൾ ആ പഠിപ്പിച്ച അവസ്ഥ ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചൊരു ഭാഗം എന്നിലുള്ളത് കൊണ്ട് തന്നെ ചില ആളുകളുടെ അടുത്തും ചില സന്ദർഭത്തിലും ചില കാര്യങ്ങളും ചെയ്യുമ്പം മാത്രം സമാധാനം കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറി. അപ്പോൾ എനിക്ക് ബാത്റൂമിൽ അരമണിക്കൂർ 1 മണിക്കൂർ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് സമാധാനമാണോ എന്ന് ചോദിച്ചാൽ സമാധാനം തന്നെയാണ്. പക്ഷെ ആ ബാത്റൂമിൽ കിട്ടുന്ന സമാധാനം റിയലായിട്ടുള്ള സമാധാനമാണെങ്കിൽ, ബാത്റൂമിൻ്റെ പുറത്തും സമാധാനം കിട്ടുന്ന, അല്ലെങ്കിൽ 24 മണിക്കൂറും സമാധാനം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പം ഒരിക്കലും ഈ പറയുന്ന ഭാഗത്ത് അസ്വസ്ഥത വരില്ല. കാരണം എന്താ, അതിനൊരു എക്സ്പാൻഷൻ ഇല്ല. അത് ബ്ലോക്ക്ഡ് ആണെന്ന് നിങ്ങളുടെ ശരീരം തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഉള്ളത് കൊണ്ടാണ് ആരെങ്കിലും ബാത്റൂമിലുള്ളത് സമാധാനമല്ല, അത് നിനക്ക് രോഗം ഉണ്ടാക്കുമെന്ന് പറയുമ്പം നമ്മുടെ ബോഡി ഫ്രസ്ട്രേറ്റഡ് ആവണ്. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നിനക്ക് സ്വസ്ഥത കിട്ടുമെന്ന് പറയുമ്പം നമ്മുടെ ബോഡി ഫ്രസ്ട്രേറ്റഡ് ആവണ്. അല്ലെങ്കിൽ നമസ്കരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽ നീ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് സ്വസ്ഥത കിട്ടും, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ സ്വസ്ഥത എന്ന് പറയുമ്പം നമ്മൾ ഈ ലോകം മുഴുവൻ, അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ സ്വസ്ഥത, ഞാൻ എവിടെ പോയാലും എന്തുമായിട്ട് സഹകരിച്ചാലും എൻ്റെ സ്വസ്ഥതയ്ക്ക് മാറ്റം വരാനില്ല എന്നുള്ള ഭാഗം പറയുമ്പം ഈ കുഞ്ഞു കുഞ്ഞു സ്വസ്ഥതൻ്റെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കാരണം എന്താ, അവരെ പഠിപ്പിച്ച സ്വസ്ഥതയാണ്. അവർ അനുഭവിക്കുന്ന സ്വസ്ഥതയാണെങ്കിൽ ആരെങ്കിലും സ്വസ്ഥത വിടാൻ പോകുന്നുണ്ടോ? ഒരാളും വിടാൻ പോകുന്നില്ല. കാരണം എനിക്ക് എന്നെ മാനേജ് ചെയ്യുന്നതാണ് എൻ്റെ കപ്പാസിറ്റി എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ, ഡിഡ് എനിവൺ ട്രൈ ടു മാനേജ് അതേഴ്സ് ഓർ കൺട്രോൾ അതേഴ്സ്? നോ. അങ്ങനൊരു സംഭവം വർക്ക് ചെയ്യില്ല. അപ്പം അങ്ങനെ ആ സംഭവം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയെല്ലാമോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പഴയ വേദനിപ്പിച്ച അവസ്ഥ ഇപ്പോഴും ശരീരത്തിലുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഈ പറയുന്ന സമാധാനം കിട്ടിയതിൻ്റെ ചെറിയ ചെറിയ ഫീല്, ടച്ച് വന്ന് കഴിഞ്ഞ് അതിനെപ്പോലും ഉപയോഗിക്കുന്നത് ഈ ഉപയോഗയിലാണ്, അല്ലാതെ യോഗത്തിലല്ല. അതായത് മെഡിറ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം ആരാണോ ആ വ്യക്തിയുടെ ആ പ്രസൻസിൽ നിന്ന് മാറിയിട്ട് മെഡിറ്റേഷനിൽ നിങ്ങൾ എക്സ്പേർട്ടായി, നിങ്ങളൊരു യോഗിയായി മാറി. പക്ഷേങ്കിൽ ആ യോഗി എന്ന് പറയുന്നത് ഒരു ലേബലാണ്. കാരണം എന്താ, ഒരു ഇന്നർ എൻജിനീയറിങ്ങിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് ഫിനിഷ് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട്, ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചൊരു യോഗി ആയതുകൊണ്ട് തന്നെ യോഗം മിസ്സായാൽ എന്ത് സംഭവിക്കും? യോഗി എവിടെയാണോ ഉപയോഗത്തിൽ നഷ്ടപ്പെട്ടത്,
അല്ലെങ്കിൽ ആരുടെ പ്രസൻസിലാണോ ഇയാൾ യോഗിയാവാൻ വേണ്ടിയിട്ട് ഓടി നടന്നത്, അവരെ നിയന്ത്രിക്കാനുള്ള കടലാസായിട്ട് ഇത് മാറും. ഓ, ഞാൻ യോഗിയാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ ഭർത്താവാണ്, ഞാൻ ഭാര്യയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ അംഗീകാരം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ എന്തുമായിട്ടാണോ ഇടപഴകിയത്, അതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ് വെച്ചിട്ട് ഞാൻ വീണ്ടും ഈ ഉപയോഗിക്കണ ഭാഗത്തേക്ക് വരും. അതായത് യോഗി ഉപയോഗിക്കുന്ന ഭാഗത്തേക്ക് വരും. നമുക്ക് വേണ്ടത് യോഗമാണ്, അല്ലേ? അപ്പോൾ യോഗമാണ് നമ്മൾ ഈ ചെയ്ത പ്രവൃത്തിയിലൂടെ. ഒക്കെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ എന്നെ ശ്രദ്ധിച്ച്. ഓക്കെ, അനുഭവം. എന്താണ് അനുഭവം? സമാധാനത്തിൽ ഞാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവം. അപ്പോൾ ആ സമാധാനത്തിന് ചുറ്റുപാടത്തെ അവസ്ഥയെ ഷട്ട് ഡൗൺ ചെയ്യാൻ എനിക്ക് ആ മെഡിറ്റേഷനിലൂടെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് സാധിച്ചു. അപ്പോൾ ആ ചുറ്റുപാടത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് ചുറ്റുപാടാണ്, സറൗണ്ടിങ് ആണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ കപ്പാസിറ്റിയിൽ മിനിമൈസ്ഡ് ആയത്. അപ്പോൾ അങ്ങനെ മിനിമൈസ്ഡ് ആയ ഒരാളെ സംബന്ധിച്ച് അയാൾ ഭാര്യയുടെ അടുത്തേക്കോ ഭർത്താവിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ പഴയ അയാളിലേക്കോ തിരിച്ച് കയറുമ്പം, കാരണം ഇത്രയും കാലം അയാളെ ഏതെല്ലാം രീതിയിൽ കൊണ്ടുപോകാൻ നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുത്ത്, അല്ലേ? ഇനി ഈ ശ്രദ്ധ കൊടുത്തത് എന്തിനാണ്? ആ കറണ്ട് അല്ലെങ്കിൽ ആ പഴയ ഓൾഡ് സ്റ്റോറി എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് ഇവിടുന്ന് എന്തോ കിട്ടിയെന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നപ്പം വീണ്ടും ഇത് അപ്ലൈ ചെയ്യാൻ പോണത് ആ ഓൾഡ് സ്റ്റോറിയിലാണ്. കാരണം ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ഭാഗം വന്നാൽ മാത്രമേ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നിരന്തരം തുടരാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഇത് പഴയ ട്രോമനെ ട്രിഗർ ചെയ്യും. അങ്ങനെ വീണ്ടും വീണ്ടും അടുത്ത ആളെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്കും അയാളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഭാഗത്തേക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാര സമയം കൊണ്ട് നമുക്ക് തലവേദന മാറ്റാം. ഏത് രോഗവും മാറ്റാം. കാരണം നമ്മളുള്ളത് കൊണ്ടാണ് രോഗം ഉണ്ടായതും നമ്മൾ തന്നെയാണ് ഈ രോഗം മാറ്റാൻ പോണതും. പക്ഷെ ഒരു തലവേദന വരുമ്പം എൻ്റെ തലവേദന അതെനിക്ക് ഇന്നത് കൊണ്ടാണ്, ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് എന്താ? ഈ തലവേദനയെ മറ്റുള്ളവർക്ക് തലവേദനയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കാരണം ഞാൻ തലവേദന പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നോബഡി കംസ് ടു നിയർ മീ. എൻ്റെ അതിന് പേരിട്ടത് മൈഗ്രെയിൻ ആണ്. മൈഗ്രാനിൽ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഡോക്ടറെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത കിട്ടാത്ത ഗുളിക കഴിക്കുന്ന രോഗിയാണ് ഞാൻ. ഇതെല്ലാം ഞാൻ വീണ്ടും എന്നെ രോഗിയാക്കുന്നത് എന്തിനാ? തൽക്കാലം കുറച്ച് സമയം മറ്റൊരാൾ എന്നെ ശല്യപ്പെടുത്താത്ത രീതിയിൽ എനിക്കിരിക്കണം. നോക്കിയേ, അതായത് സ്വന്തമെന്നും കൂടെയുള്ളവരെന്നും പറയുന്നവരെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് സ്വന്തം ഈ മനുഷ്യൻ ചെയ്യുന്ന ഓരോ കോപ്രായങ്ങളാണ് എല്ലാ രോഗത്തിനും കാരണം. അല്ലെങ്കിൽ യോഗത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആര് എന്തൊക്കെ പറഞ്ഞാലും, അങ്ങനെ ആര് എന്തൊക്കെയെന്നുള്ളൊരു ഭാഗം പോലും ഇല്ല. കാരണം അവിടെ ഹാപ്പനിങ് മാത്രമേ ഉള്ളൂ. ഈ ഹാപ്പനിങ്ങിനനുസരിച്ച് എനിക്ക് എന്നെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഓൾറെഡി ഇൻബിൽറ്റാണ് ഈ സിസ്റ്റത്തിൽ. ഇതിൻ്റെ ഇൻഫർമേഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമേഷനിൽ കൃത്യമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ എൻ്റെ മാനസികാവസ്ഥയും കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പം തൊട്ട് വേദനയിലൂടെയും എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയുടെ മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയും എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിച്ച് തുടർന്ന് പോകുന്ന അവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൊട്ടൻ മാനസികാവസ്ഥ ഉപയോഗിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് പറ്റുക? നമ്മളിൽ എത്രത്തോളം വലിയ ചെക്ക് ഡാമാണെങ്കിൽ കുഴപ്പമില്ല, ഇത് വലിയ ഡാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതൊരു പർട്ടിക്കുലർ സമയം പൊട്ടിത്തെറിക്കും. കാരണം എന്താ? ഞാൻ എന്നെ വിട്ടുകൊടുത്താലേ ഈ ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ എനിക്ക് തുടരാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ എന്നെ വിട്ടുകൊടുക്കാൻ ഈ ഞാൻ ഉണ്ടാക്കിയ അവസ്ഥ തയ്യാറല്ല. മറിച്ച് എന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ തുടർച്ചയുണ്ട്, അല്ലേ? നമ്മുടെ ഹൃദയം, ശ്വാസകോശം ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പങ്ങളും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ, നേരത്തെ പറഞ്ഞ ആ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പല പീഡിപ്പിച്ച കഥകളാണ്, അല്ലേ? പലരും 20 പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് 10 ആണുങ്ങളെ പീഡിപ്പിച്ച്, ഈ കഥകൾ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാവരെയും ഫേമസ് ആക്കുന്നതും ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ കേസ് കൊടുക്കുന്നതും ഇവർ തന്നെയാണ്. ഇനി അവർക്കുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം.
കാരണം ഈ കേസിൽ നിങ്ങൾ പെടാനുള്ള കാരണം എല്ലാ ഇൻഫ്ലുവൻസർമാരും കേട്ടോ. കാരണം എവിടെയോ നിങ്ങളുടെ ശരീരത്ത്, കാരണം അവരുമായിട്ട് സത്യസന്ധമായിട്ടുള്ള, നിങ്ങൾ 20 അല്ല 200 സ്ത്രീകളുമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ 200 പുരുഷന്മാരുമായിട്ടും 200 പ്രായമുള്ളവരുമായിട്ടും നല്ലൊരു ബന്ധമാണെങ്കിൽ അവിടെ എവിടെയാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്? അവിടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കല്ലേ? അപ്പോൾ ഞാൻ തന്നെ ഓക്കെ, എനിക്ക് ഒരുപാട് ആളുകളും ആയിട്ടുള്ള സഹകരണത്തിന് അതിനുള്ള താല്പര്യം തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാടുപെടേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ആൾക്കാർ പാടുപെടും. കാരണം ഫേമസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവനെ ഫേമസ് ആക്കിയ ആളുകൾ തന്നെ, കാരണം അവരുടെ താല്പര്യം കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ താല്പര്യത്തിൽ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ വേറെ ഫിസിക്കൽ റിലേഷനും എല്ലാം വരും. പക്ഷേ ഇവിടെ പെടാനുള്ള കാരണം എന്താ? കാരണം ഇവിടെയൊക്കെയോ ചില ബ്ലൈൻഡ് സ്പോട്ടുകൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കടന്നു പോയ സാഹചര്യത്തിൻ്റെ വിക്ടിം ആയതുകൊണ്ട് തന്നെ ചിലരുടെ അടുത്തെത്തുമ്പോൾ നമ്മുടെ ശരീരം ബിഹേവ് ചെയ്യണ രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു സെക്ഷൽ റോസൽ വന്നു, ആ റോസൽ വന്നു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുന്നതിന് പകരം ഈ വ്യക്തിയാണ് അതിന് കാരണം എന്നുള്ള ഭാഗത്തേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈസ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വ്യക്തിയുടെ പ്രസൻസിൽ ഞാൻ എറോസ്ഡായി അല്ലെങ്കിൽ എനിക്കൊരു സെക്ഷൽ താല്പര്യം വന്നു കഴിഞ്ഞാൽ അവിടെ അത് സത്യസന്ധമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം ആ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യും. ആ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാൻ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയോട് ഈ സംഭവം തുറന്നു പറയാതെ ഞാൻ അവരെ പതുക്കെ കൺട്രോൾ ചെയ്ത് എൻ്റെ സൗകര്യത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവിടെ എന്തായി? അവിടെ ഞാൻ ബ്ലൈൻഡായേ. കാരണം ഒരു റിലേറ്റിവിറ്റിയിൽ ഞാൻ ഇന്നതാണെന്ന് ഞാൻ തീരുമാനം എടുക്കേണ്ടി വന്ന് പിന്നെ അവിടെ ഒന്നും കാണില്ല. പിന്നെ മറ്റേ സിനിമ പറഞ്ഞ മാതിരി ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല ഈ പരിപാടിയിൽ എത്തുന്നത് വരെ. അപ്പോൾ ഇയാൾ എങ്ങനെയാണോ ഇയാൾ ഫേമസ് ആയത്, അച്ചാനക് മേ ഫേമസ് സഡൻലിയാണ് സംഭവിച്ചത്. ഇതിൻ്റെ തന്നെ അടുത്ത റിപ്പീറ്റേഷനാണെന്ത്? ഈ സെക്ഷുവൽ താല്പര്യം വന്ന് ഈ ആണനാണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും ഈ സെക്സിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പം പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. മനസ്സിലായോ? കാരണം പിന്നെ അവിടെ ഓക്കെ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിച്ചു. കാരണം എൻ്റെ തന്നെ ഒരു താല്പര്യത്തിൻ്റെ വിക്ടിമായി ഞാൻ മാറി. താല്പര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെവർ സ്റ്റോപ്സ്. മനസ്സിലായോ? കാരണം എന്തുകൊണ്ടാണ് നെവർ സ്റ്റോപ്പ്? ഞാൻ യോഗിയാണ്, സർട്ടിഫൈഡ് യോഗിയാണ്, സർട്ടിഫൈഡ് ഇൻഫ്ലുവൻസറാണ്. ബട്ട് ഐ ആം നോട്ട് ഇൻ മൈ യോഗം. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യോഗത്തിലിരിക്കുന്നൊരു വ്യക്തി, അയാളെ നമ്മൾ യോഗി എന്ന് വിളിക്കും. പക്ഷേ ഇപ്പം ഞാൻ യോഗി എന്ന് വിളിക്കണില്ല. കാരണം യോഗം ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ നോബഡി ക്യാൻ ബി എ യോഗി. അതായത് യോഗി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആവാൻ പറ്റൂല. കാരണം ഈ ശരീരത്തിൽ അത് യോഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവം. ആ പ്രവർത്തിക്കാനുള്ള കാരണമാണ് ഇതിൻ്റെ യോഗി. അല്ലാതെ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുക്കാതെ ഒരാൾക്കും യോഗിയാവാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കോടാനുകോടി വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ്സാണ്. അങ്ങനെ ഈ വാഗ്ദാനങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ഇവനൊരു യോഗി ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ യോഗത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ സത്യസന്ധമായ എക്സ്പ്രഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ എക്സ്പ്രഷൻസിൽ ആർക്കെയാണ് വഞ്ചിക്കാൻ പറ്റുക? കാരണം വഞ്ചിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം എന്താ? എൻ്റെ ഉള്ളിലൊരു താല്പര്യം വന്നപ്പോൾ ആ താല്പര്യത്തെ ഞാൻ പരിശോധിച്ച് അത് എക്സ്പ്രസ് ചെയ്ത് ഞാൻ ഫ്രീ ആയി, അടുത്ത ആളും ഫ്രീ ആവുക. അപ്പോൾ അടുത്ത ആൾക്കും തന്നെ അവിടെ ആ ഷെയറിങ്ങിൽ ആ 100% അല്ലെങ്കിൽ പോട്ടെ അവിടെ ആ ഷെയറിങ്ങിൽ അവർക്കും താല്പര്യം വരികയാണ്. അപ്പോൾ പിന്നെ ആരെങ്കിലും ചതിക്കുമോ? ആരെയും ചതിക്കാൻ പോണില്ല. ഇത് ഈ പറയുന്ന ആൾ ശാരീരികമായി ബന്ധപ്പെടാൻ അയാളെ മാനിപ്പുലേറ്റ് ചെയ്യണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഓക്കെ ഇനി ഇവളെടുത്തുനിന്ന്, കാരണം ഇവൾ ലൈനിൽ ഇങ്ങനെ കാത്തുക്കുക, അല്ലെങ്കിൽ ഇവൻ ലൈനിൽ ഇങ്ങനെ കാത്തുക്കുക ഇവളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്? ഇവിടെ ശാരീരികമായിട്ട് ഈ ബോഡിയിൽ വേറെ പഴയ സ്റ്റിമുലേഷൻ്റെ ഭാഗം കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, ഇനി എന്താണ്? അട്രാക്ഷൻ അവിടെ കാണുന്നുണ്ട്. ആ അട്രാക്ഷൻ അടുത്തത് പൈസ മേടിച്ചെടുക്കാനും സ്വർണം മേടിച്ചെടുക്കാനും അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും മയക്കുമരുന്നിൻ്റെ ഭാഗത്തേക്കും എല്ലാം ഇങ്ങനെയാണ് പോണത്.
അപ്പോൾ നമ്മുടെ കോടതികളും ഇവരും ഒക്കെ ഇതിൻ്റെ ഡീപ്പ് റൂട്ടഡ് ഇപ്പം കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇതിൻ്റെ ഭാഗം അന്വേഷിക്കുന്നുണ്ട്. മറ്റതൊരു കേസ് വന്നാൽ ആ കേസ് വാദിക്കണ ഭാഗത്തേക്കാണ്. അല്ലാതെ എന്തുകൊണ്ടാണ് ഒരു കോടതിയും കേസും പോലീസും ഒക്കെ, കാരണം അതെങ്ങനെയാണ് ആ ഒരു കേസിൻ്റെ ഫോർമാറ്റ് മനുഷ്യരിൽ രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതികളൊക്കെ. ഇതൊരാളെ കൊന്നെന്ന് പറഞ്ഞാൽ ആ കൊന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിനെ വെറുതെ വിട്ട് അല്ലെങ്കിൽ പ്രതിനെ ജയിലിലടച്ച്, അല്ല എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി വരുന്നത്, അത് അവിടെ എത്രത്തോളം നമുക്ക് അതിൻ്റെ റൂട്ടിൽ പോയിട്ട് അത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ഇറ്റ് ക്യാൻ ഹെൽപ്പ് അല്ലെങ്കിൽ ഹൗ ഇറ്റ് ക്യാൻ യൂസ്ഫുൾ ഫോർ ഹോൾ ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റി. കാരണം ആർക്കും ആരെയും കൊല്ലാനോ ആരെയും പീഡിപ്പിക്കാനോ ഒന്നും താല്പര്യമില്ല. ഈ പീഡനം എന്നൊക്കെ പറയുന്നത് തന്നെ, ഇതൊക്കെ ഒരു ഭാര്യയും ഭർത്താവും ചെയ്താൽ ഇറ്റ്സ് എ ഡിവൈൻ അല്ലേ. അല്ലെങ്കിൽ കല്യാണ വാഗ്ദാനം കൊടുത്ത് പീഡനം, കല്യാണം കഴിച്ചാൽ അത് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായൊരു പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പം, ഈ വാക്കുകൾ കേൾക്കുമ്പം, അത് പറയുന്ന ആളുടെ ആ ഒരു ബോഡി ലാംഗ്വേജൊക്കെ കേൾക്കുമ്പം നമ്മുടെ ഉള്ളിലേക്ക് പീഡനമായാലും നോർമലായാലും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാതിരിക്കുക. ഒരു റിലേറ്റിവിറ്റി സെൽഫ് നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. മനസ്സിലാ, നമ്മൾ ഞാനുമായിട്ടുള്ള റിലേഷൻ അതിലിങ്ങനെ ആടിപ്പാടിയിരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര സൂപ്പറല്ലേ. അപ്പോൾ ഈ സൂപ്പർ ആരെങ്കിലും ഉണ്ടാക്കിയതോ കണ്ടുപിടിച്ചതോ ആണോ? ഇത് എല്ലാവരിലും ഒരുപോലെ ഉള്ളതല്ലേ. ആൻഡ് യു വിൽ ഹാവ് ദ ഫ്രീഡം ടു എക്സ്പ്ലോർ ഹോൾ ദിസ് യൂണിവേഴ്സ് അല്ലേ. ആ ഉള്ളിൽ നിന്ന് ആ ഞാനായിട്ടിരിക്കുന്ന അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് പൊട്ടത്തരം ചെയ്തോ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ പീഡിപ്പിച്ചവരെ സംബന്ധിച്ചും അതിൻ്റെ കോൺസിക്വൻസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷനും കൂടി ഉണ്ട്. കാരണം നമ്മളത് പീഡനമാക്കാതെ നമുക്കതൊരു ഡിവൈൻ കപ്പാസിറ്റിയിലേക്ക്, ഡിവൈൻ അസോസിയേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി നമ്മളിലെല്ലാവരിലും ഉണ്ട്. മനസ്സിലായോ? അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പൊളി. വേറെ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ അടിച്ച് കസറി വിട്. നമുക്ക് ചുമ്മാ ഇങ്ങനെ സംസാരിക്കാം. മനസ്സിലായോ? ആർക്കാണോ സഹകരിക്കാൻ താല്പര്യമുള്ളത് എല്ലാ രീതിയിലും ഫുൾ പൊളി. വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ.